ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവരാണെങ്കിൽ അത് കേട്ടിട്ട് വേണം ബാക്കി കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അവൻ്റെ ചോദ്യം കേട്ട് എൻ്റെ ഹൃദയടിപ്പിൻ്റെ താളം കൂടി, ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗം കൂടി, നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കൊതിച്ച ചോദ്യം ആണോ എന്നോ. എൻ്റെ ജീവനാണ് മോൻ, പ്രണയമല്ല. അതിനുമപ്പുറം എനിക്ക് വിവരിക്കാനാവാത്ത എന്തോ ഒന്നാണ് ഈ അമ്മയ്ക്കെൻ്റെ ആദിമോനോട്. അത് കേട്ടതും അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അവൻ്റെ മാറിൽ തല ചായ്ച്ചു. പെട്ടെന്ന് എൻ്റെ കവിളിൽ ഒരു തുള്ളി വെള്ളം വീണു. ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ ആദിയുടെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ഞാൻ അറിയാതെ എൻ്റെ മിഴികളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ ജീവൻ്റെ ജീവനാണ് ഈ അമ്മക്കുട്ടി. അമ്മ അല്ലാതെ വേറൊരു പെണ്ണിൻ്റെ ജീവിതത്തിൽ വേണ്ട. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. പോകാം അമ്മേ, നമുക്ക് നമ്മുടേതായ ലോകത്തിലേക്ക്. ആദ്യം എന്നെ ഇരു കൈകളും കൊണ്ട് പൊക്കിയെടുത്തു. അവൻ്റെ കൈക്കൊമ്പിളിൽ ഞാനൊരു പേടമാനെ പോലെ കിടന്നു. അവൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് അവനെ തന്നെ നോക്കി. പെട്ടെന്ന് അവൻ്റെ ഇരു ചെമ്മലുകളിൽ നിന്നും എന്തോ പൊട്ടി വിടരാൻ തുടങ്ങി. എന്താ അത്? അവന് ചുറ്റും ഒരു പ്രകാശവലയം. ആദിമോന് ചിറകുകൾ വരുന്നു. ഞാൻ അത്ഭുതം കൂറിയ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി മാത്രം. അവൻ്റെ കാലുകൾ ഭൂമിയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അതെ, അവൻ എന്നെയും കൊണ്ട് പറക്കുകയാണ് വേറെ ഏതോ ഒരു ലോകത്തിലേക്ക്. എവിടെ നിന്നോ പനിനീർ പുഷ്പങ്ങളുടെയും മുല്ലപ്പൂക്കളുടെയും സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. എൻ്റെ ആദിമോൻ അമാനുഷികനായിരുന്നുവോ? രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ വസ്ത്രം സ്ഥാനം മാറിയായിരുന്നു കിടന്നിരുന്നത്. എല്ലാം സ്വപ്നമായിരുന്നു. എനിക്ക് കണ്ണാടിയുടെ മുന്നിൽ എന്നെ തന്നെ നോക്കുമ്പോൾ നാണമാണ് തോന്നിയത്. അന്ന് രാവിലെ മറ്റൊരവസരമുണ്ടായി എന്നെ പ്രലോഭിപ്പിക്കാൻ. ഞാൻ ചെന്നപ്പോൾ ആദ്യം എക്സസൈസ് ചെയ്യുകയായിരുന്നു. ഇറുക്കമുള്ള ഒരു സിൽക്ക് ഷോർട്ട്സ് മാത്രം ധരിച്ച് അവൻ കസരത്ത് ചെയ്യുന്നത് നോക്കി ഞാൻ കുറേ നേരം നിന്നുപോയി. ഇന്നലെ സ്വപ്നത്തിൽ അവന് ചിറക് മുളച്ചു വരുന്നത് കണ്ട കാര്യമോർത്ത് ഞാൻ അറിയാതെ ചിരിച്ചുപോയി. അവൻ അത് കണ്ടില്ല. അവനെ തന്നെ നോക്കി നിന്നപ്പോൾ എൻ്റെ പെൺമനസ്സ് അവൻ്റെ അംഗപുഷ്ടിയും മസിലുകളുടെ കരുത്തും ആസ്വദിക്കുകയായിരുന്നു എന്നതാണ് സത്യം. കസർത്ത് ചെയ്യുമ്പോൾ വലിഞ്ഞു മുറുകുന്ന പേശികളിൽ ഉരുണ്ടുകൂടുന്ന വിയർപ്പ് മുത്തുകൾ, അനായാസമായി പുഷപ്പെടുക്കുമ്പോൾ വെളിവാകുന്ന അവൻ്റെ ആൺകരുത്ത്. ആർത്തിയോടെ ഞാൻ അവനെ നോക്കി നിന്നുപോയി. ഇടയ്ക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ എന്നെ കണ്ടു. എൻ്റെ മുഖഭാവം അവൻ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അവൻ കസർത്ത് നിർത്തി എഴുന്നേറ്റു. എന്താ അമ്മേ, എന്താ പതിവില്ലാതെ? ഒരു ചമ്മിയ ചിരിച്ചുകൊണ്ട് ഞാൻ നിന്നതേയുള്ളൂ. ഇന്നലെ മുതൽ ഞാൻ കാണുക അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, നീ എക്സസൈസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൊതി. എന്നാ കൂടിക്കോ. ഇതുതന്നെ അവസരമെന്ന് ഞാനും കരുതി. അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ കുനിഞ്ഞ് എൻ്റെ കാലിലെ വിരൽ തൊടാൻ ശ്രമിച്ചു. അവൻ്റെ മുഖത്തപ്പോൾ വിടർന്ന കൗതുകഭാവം ഞാൻ കണ്ടു. നിവർന്നു നിന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം ഒരല്പം പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്തു. അവനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ചില എക്സസൈസ് സ്റ്റെപ്പുകൾ ചെയ്തു. ആദ്യം കണ്ണെടുക്കാതെ അത് കണ്ട് നിൽക്കുകയും ചെയ്തു. ഒരു കാര്യം എനിക്ക് വ്യക്തമായി. എൻ്റെ മനസ്സിലേതുപോലെ അവനും ഇത്തരം ചിന്തകളില്ലാതില്ല. ഒന്ന് ഊതിയാൽ കത്തിപ്പടരുന്ന കനൽ എൻ്റെ ആദിമോൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു. അവൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ കസർത്ത് ചെയ്യുന്ന പോലെ ഒരു കാലുയർത്തി. അതോടെ ബാലൻസ് തെറ്റി അവൻ്റെ മേലേക്ക് മറിഞ്ഞ് വീഴാതിരിക്കാൻ എന്നോണം ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ആ നിമിഷം തന്നെ എന്നെ താങ്ങിപ്പിടിച്ചു. എൻ്റെ ശരീരം അവൻ്റെ മേലേക്ക് അമർത്തി അവൻ്റെ കൈകൾക്കുള്ളിൽ ഞാൻ നിന്നു. എന്നെ മുക്തയാക്കാൻ അവൻ യാതൊരു തിരക്കും കാണിച്ചില്ല എന്നതെനിക്ക് കൂടുതൽ ആവേശമായി. ഒരു പ്രേമരംഗത്തിൽ എന്ന പോലെ ഞങ്ങൾ അല്പസമയം നിന്നു. പിന്നെ ഞാൻ അവൻ്റെ കരങ്ങളിൽ നിന്നും മോചിതയായി. പക്ഷെ ഒന്നുകൂടെ അനുഭൂതി വേണമെന്ന് ചുണ്ട് കടിച്ചുകൊണ്ട് ഞാൻ മനസ്സിലോർത്തു. എൻ്റെ പ്രവൃത്തിയുടെ അർത്ഥം ആദ്യം എങ്ങനെ മനസ്സിലാക്കിയെന്നറിയില്ല. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിൽ അന്ന് പ്രകടമായ മാറ്റം ഞാൻ കണ്ടു. ഒരു കൊച്ചുകുട്ടി എന്ന പോലെ എന്നോടടുത്ത് പെരുമാറിയിരുന്ന അവൻ എന്തോ മനസ്സിൽ ഒതുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് മാമ്പഴം വേണം.
എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. പക്ഷേ മരം കയറാൻ വയ്യ. ഞാൻ അമ്മയെ പൊക്കി പിടിക്കട്ടെ? തള്ളിയിടുവോ നീ എന്നെ? അമ്മയെ ഞാൻ മുറുക്കി പിടിക്കും. എൻ്റെ കൈ കണ്ടില്ലേ? ആദ്യം മസിലുരുട്ടി പിടിച്ചപ്പോൾ കൈയില്ലാത്ത അവൻ്റെ ടീഷർട്ടും പ്രത്യേക ചന്തമായിരുന്നു കാണാൻ. ഞാൻ പുതുപ്പെണ്ണിനെ പോലെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൻ എന്നെ പതിയെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സെന്തിനോ വേണ്ടിയൊക്കെ കൊതിച്ചു. അവൻ എൻ്റെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് പൊക്കിയതും ഞാൻ അവൻ്റെ കൈകളുടെ ബലത്തിൽ അമ്പരന്നു പോയി. ചെക്കൻ ഇത്രയും ശക്തിയുണ്ടോ? ഞാൻ പതിയെ പതിയെ ഉയർന്നുകൊണ്ട് മൂവാണ്ടൻ മാവിൻ്റെ കൊമ്പത്തി പിടിക്കാൻ ചാടി. മാമ്പഴം 2 എണ്ണം വലിച്ചതും അവൻ എന്നെ പതിയെ താഴെ ഇറക്കി. ഞാൻ ആദിയുടെ നെഞ്ചിൽ അമർന്നുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചു. എനിക്കൂടെ താ അമ്മേ. ഞാൻ കടിക്കാത്ത മാമ്പഴം അവന് നേരെ നീട്ടിയപ്പോൾ ഞാൻ കടിച്ചത് തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചതും അത് കൊടുത്തു. അന്നും പതിവ് പോലെ ഞാൻ വല്ലാത്ത ഉത്സാഹത്തോടെ ജോലിക്ക് പോയി. അങ്ങനെയാണല്ലോ 40കളിലെ പ്രണയം. അതിന് ചൂട് കൂടും. അതും നിഷിദ്ധമാണെങ്കിലോ ലോകം മൊത്തം അറിഞ്ഞാൽ ഒരമ്മ എന്ന നിലയിൽ ആളുകൾ എന്നെ കാർക്കിച്ചു തുപ്പും. പക്ഷേ കാമത്തിന് കണ്ണില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും കാണുകയും വേണ്ട. എൻ്റെ കാര്യത്തിലോട്ട് ഇടപെടാൻ ഒരു സദാചാര കമ്മിറ്റിയും മുന്നോട്ട് വരണ്ട. രാത്രി ഉണ്ണാൻ വന്നിരുന്നപ്പോൾ പതിവ് വാചാലതയില്ലാതെ അവൻ എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി എനിക്ക് അവൻ്റെ മാനസികാവസ്ഥയിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നി. എൻ്റെ പ്രലോഭനങ്ങൾ അവനിൽ നീരസമുളവാക്കിയോ എന്ന് ഞാൻ സംശയിച്ചു. അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആകെ വല്ലാത്ത വിഷമമായി. അടുക്കള അടച്ചിട്ട് ഞാൻ കിടക്കാനൊരുങ്ങി. മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് ഞാൻ കിടക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു. അവൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞങ്ങൾക്കിടയിൽ അസുഖകരമായ എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് ഞാൻ ഭയന്നു. അവനെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ എന്നിലുളവാക്കിയ സുമിയോട് എനിക്ക് അമർഷം തോന്നി. അപ്പോഴാണ് വാതിൽ മെല്ലെ തുറക്കുന്നത് ഞാൻ കണ്ടത്. ഇന്നലെ കണ്ടതുപോലെ സ്വപ്നമല്ലല്ലോ എന്നുറപ്പിക്കാൻ ഞാനൊന്ന് നുള്ളി നോക്കി. അല്ല, സ്വപ്നമല്ല. എൻ്റെ ഹൃദയം പടപടാ മിടിച്ചു. എന്തിനാവാം ആദ്യം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ബെഡ്റൂം ലാമ്പ് സ്വിച്ചിട്ടു. ആദ്യം അകത്തേക്ക് വന്ന് ബെഡിലിരുന്നു. അമ്മേ. ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. എനിക്കും. എന്തോ പറയാൻ അവൻ വെമ്പി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. എന്താ പറയാനുള്ളത്? അത് അവൻ വിൽക്കാൻ തുടങ്ങി. പറഞ്ഞു, അമ്മയ്ക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ. എന്തു വ്യത്യാസം? അത് ഞാൻ എന്താന്ന് വെച്ചാൽ പറയേ. എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ഇതുള്ളതുപോലെ. കാള വാല് പൊക്കി തുടങ്ങി. ഞാൻ മനസ്സിലോർത്തു, അത്ര എളുപ്പം പിടികൊടുക്കണ്ട. ഇതോ എന്ന് വെച്ചാൽ അമ്മ എന്നെ മറ്റേതോ തരത്തിൽ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഏത് തരത്തിൽ? ഞാൻ വീണ്ടും ചുറ്റിക്കളിക്കുകയായിരുന്നു. ഞാനൊരല്പം ഒന്ന് മുന്നോട്ടാഞ്ഞിരുന്നു. വേറെ ഏതോ ഒരാണിനെ കാണുന്നത് പോലെ അമ്മ എന്നെ. അവനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാനേ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. അതിന് നീ എന്താണല്ലേ? എനിക്ക് തോന്നുന്നതാണെന്നാ. അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെയൊരു താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്കോ? എനിക്ക് അവൻ്റെ ശബ്ദം വല്ലാതെ പതിഞ്ഞിരുന്നു. പറഞ്ഞാൽ അമ്മ പിണങ്ങോ? എന്തിനാ ഞാൻ പിണങ്ങുന്നേ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിച്ചോ. എത്ര കാലമായി അമ്മ ഒരാണിൻ്റെ കൂടെ? നേരെയുള്ള ആ ചോദ്യം കേട്ട് ഞാനൊന്ന് ചൂളി. നിനക്കറിഞ്ഞൂടെ, 15 കൊല്ലമായി ഞങ്ങൾ പിരിഞ്ഞിട്ട്. എന്നിട്ട് ഇതുവരെ? നിഷേധാർത്ഥത്തിൽ ഞാൻ തലയാട്ടി. ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ? എൻ്റെ മുഖത്ത് നോക്കിയാണ് അവനത് ചോദിച്ചത്. ഉത്തരം പറയാനാവാതെ ഞാൻ കുഴങ്ങി. എനിക്കറിയാം അമ്മയ്ക്ക് തോന്നുന്നുണ്ടെന്ന്. ഞാൻ കുറ്റം പറയില്ല. ഏതൊരാണിനെയും അമ്മയ്ക്ക് സ്വീകരിക്കാം. എനിക്ക് മനസ്സിലാവും. എൻ്റെ മുഖം വല്ലാതായത് അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ ഒരു തോൾ എൻ്റെ തോളിൽ അമർന്നു. എന്നെയാണോ അമ്മയ്ക്ക് വേണ്ടത്? അവൻ്റെ ശബ്ദം വികാരഭരിതമായിരുന്നു. നീ എന്താ ഇങ്ങനെ? 2 ദിവസമായി ഞാൻ കാണുന്നതല്ലേ ഈ ഭാവപ്പകർച്ച. ഞാൻ ആകെ വിഷമത്തിലായി. ഇനി ഏത് ദിശയിലേക്കെന്നറിയാതെ. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഇങ്ങനൊക്കെ ചിന്തിച്ചതിന്. എന്തിനാ ദേഷ്യം? നമ്മളൊക്കെ മനുഷ്യരല്ലേ. അവൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്നോട് ഇഷ്ടമുണ്ടോ?
കാതരയായി ഞാൻ ചോദിച്ചു. ആദ്യം മറുപടി പറഞ്ഞില്ല. പകരം എൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ മുഖം കൊണ്ടുവന്നു. അവൻ്റെ ഒരു ചുംബനത്തിന് കാത്തു നിന്നവളെ പോലെ ഞാൻ കണ്ണുകൾ അടച്ചു നിന്നു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കേൾക്കേണ്ടവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.